നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. അതെല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വായന കാണാൻ വിധിയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക. ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ യാദൃശികമായിട്ടൊക്കെയാണ് ഈ വായന നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്ന ഏതാനും കുറച്ച് ഇൻഫോർമേഷനാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ കാര്യങ്ങൾ, സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി പല വിധത്തിലും സക്സസ് നേടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിജയം. അങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്കിതിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്ത് നടക്കുന്ന വ്യക്തിയായിരിക്കാം. വളരെയധികം കരിയറിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം. എന്തു തന്നെ ആയാൽ പോലും കരിയറിൽ വളരെയധികം മികവ് തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കരിയർ പരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം മികവ് തെളിയിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം വിജയം തെളിയിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല നേട്ടങ്ങളും, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഈ വ്യക്തി എടുത്ത എഫേർട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കഷ്ടപ്പാട്, അതിനുള്ള ഫലം ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ്, വളരെയധികം പോസിറ്റീവായിട്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തിൻ്റെയൊക്കെയോ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിഷമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യക്കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ, സാന്നിധ്യമില്ലായ്മ, അത് വളരെയധികം ഈ വ്യക്തിയെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തി വളരെയധികം വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയത് എന്നുള്ള ആ ഒരു സമയത്തിനെ, അല്ലെങ്കിൽ ആ വേണ്ട എന്ന് തോന്നിക്കുന്ന ആ ഒരു സമയത്തിനെ ഈ വ്യക്തി ഒരുപാട് പഴിക്കുന്നുണ്ട്. പഴിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സ്വയം തന്നെ കുറ്റമേൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വയം കുറ്റം പറയുന്നുണ്ട്. ഏത് നേരത്താണാവോ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം വേദനിക്കുന്നതായിട്ടും പശ്ചാത്തപിക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിധിയാണ് നിങ്ങളെയും ഈ വ്യക്തിയെയും തമ്മിൽ വേർപിരിച്ചത് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. കാരണം സ്വയം പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം വിധി കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലെങ്കിൽ വിധി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിച്ചാനെ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ, അങ്ങനെ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയ ഒരു ഒരു രീതിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോഴോ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴോ, നിങ്ങളെ വിട്ടു പിരിഞ്ഞ, അല്ലെങ്കിൽ വളരെയധികം ഒരു സൂത്രത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു കൂർമ്മ ബുദ്ധിയോടുകൂടി നിങ്ങളിൽ നിന്നും അകന്നു പോയ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം വിഷമം തോന്നിക്കുന്നുണ്ട്, നാണക്കേട് പോലെ തോന്നിക്കുന്നുണ്ട്, ലജ്ജ തോന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കരിയർ പരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും വേറെ പല കാര്യങ്ങളിൽ ഈ വ്യക്തി ഇപ്പോഴും പരാജയത്തിൽ നിൽക്കുക തന്നെയാണ്. അതായത് വട്ടപൂജ്യത്തിൽ തന്നെയാണ്. അതൊരു പക്ഷെ നല്ലൊരു ബന്ധം ലഭിക്കുന്നതിലായിരിക്കാം,
അല്ലെങ്കിൽ നല്ലൊരു പ്രണയം, അതായത് നിങ്ങളെ വിട്ട് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബന്ധം, നല്ലൊരു വിവാഹ ബന്ധമോ പ്രണയമോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നല്ലൊരു നല്ലൊരു ബന്ധം, നല്ലൊരു സ്നേഹം, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെയുള്ളതൊന്നും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതിൻ്റെയൊക്കെ എനർജി വളരെയധികം കുറഞ്ഞ ഒരു രീതിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം ഏഞ്ചൽസ് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ മറന്നുകൊണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും ഒരു സീക്വൻസ്, എന്തെങ്കിലും ഒരു സാഹചര്യം ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാഹചര്യങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ അതേപോലെ തന്നെ മുഖച്ഛായയുള്ള ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, അതേ പേര് തന്നെ ഈ പേഴ്സന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തിയോ ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാകാം. അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും നിങ്ങളുടെ പേര് മാത്രം കാണുക, നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലോ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷനും പലതരത്തിലുള്ള പ്രാർത്ഥനകളും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി വൈബ്രേഷൻസ് നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്നതും നിങ്ങൾക്കാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതും. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാകാം. എപ്പോഴും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരുന്നത്, എപ്പോഴും ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം സാഹചര്യങ്ങൾ വളരെയധികം പ്രതികൂലമായിരുന്നു, സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എതിരായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മടുത്തു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിഷമിച്ചു പോയിട്ടുണ്ടാകാം. ഇത് ഏത് ജന്മത്ത് ചെയ്തു പോയ പാപമാണ് എന്ന് വരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. അത്രയും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളിലൂടെയുമായിരിക്കാം ഈ വ്യക്തിയുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോ ഭർത്താവായിക്കോട്ടെ, ഭാര്യ, കാമുകൻ, കാമുകി, ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ പഴി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും തന്നെ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് മോശമായിട്ട് പറയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ വിഷമം കാണില്ല. കാരണം നിങ്ങൾക്കത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നിങ്ങളത് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എല്ലാ വിധത്തിലുള്ള കർമ്മകളും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ അടുത്ത് പെരുമാറിയതും നിങ്ങളോട് പറഞ്ഞതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ വ്യക്തി ഒരുപക്ഷെ അന്ന് നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ അത് ആ ഒരു നിമിഷം തന്നെ മറന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് പല പല സാഹചര്യങ്ങളിലൂടെ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ളതും ചെയ്തു പോയിട്ടുള്ളതുമായിട്ടുള്ള പല നീച പ്രവർത്തികളെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മപ്പെടുത്തലുകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് ഇപ്പോൾ ഈ സപ്പോസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതുവായ സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ചുമാകാം. അങ്ങനെ ഒരു സീൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സൺ കാണാനിടയാവുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ അങ്ങനെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർത്തും ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതിനോട് ഉപമിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ
ഈ വ്യക്തിക്ക് മുന്നിൽ വന്നു ചേരുകയും അത് യൂണിവേഴ്സ് ഒരുക്കി കൊടുക്കുകയും ഈ പേഴ്സൺ ചെയ്തത് മോശപ്പെട്ട കർമ്മമാണ്, നല്ലതല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പകർന്നു കൊടുക്കുകയും അതിലൂടെ പശ്ചാത്താപം അല്ലെങ്കിൽ മനസ്സിന് ഒരു നന്മ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപക്ഷെ ഒന്നില്ലെങ്കിൽ കരയെങ്കിലും ചെയ്യുന്നുണ്ടാകാം. അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളോട് ഒരുപക്ഷെ മനസ്സിൽ സോറി പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഐ ആം സോറി, അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത് എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് കാണാൻ വരാനോ, നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പോസിറ്റീവ് സിഗ്നലോട് കൂടി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനും സ്നേഹത്തോടെ സംസാരിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനം തന്നെയാണ്. അതിനെക്കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. പല വിഷമങ്ങളും സന്തോഷമാകുന്നുണ്ട്. പല മോശപ്പെട്ട പ്രവർത്തികളും ഈ വ്യക്തിക്ക് ഒരു പാഠമാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ പേഴ്സണ് നല്ലൊരു ബന്ധങ്ങളിലേക്ക് പോകാനോ, നല്ലൊരു വിവാഹം കഴിക്കാനോ, വേറെ പ്രണയബന്ധത്തിലേക്ക് പോകാനോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒറ്റപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ താൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് അങ്ങനെ പല സൈനുകളും കാണിച്ചു കൊടുക്കട്ടെ, ഈ വ്യക്തിക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കട്ടെ, നിങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റീഡിംഗ് നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.